ശ്രീനാരായണ ഗുരു പാർട്ട് 2 ആണ്. ശ്രീനാരായണ ഗുരുവിനെ ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് പിള്ളത്തടം ഗുഹ. പിള്ളത്തട ഗുഹ മരുത്വാമലയിലാണ്. ശ്രീനാരായണ ഗുരുവ് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് പിള്ളത്തടം ഗുഹ. ഈ മരുത്വാമല സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചാൽ കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിലാണ് മരുത്വാമല സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചത് 1918 ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചത് 1918 ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചത്. ശ്രീലങ്കയിൽ നടന്ന, അതായത് ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുവിന് വേണ്ടിയിട്ട് സ്വീകരണ യോഗത്തിൽ കൂടുതൽ ക്രമീകരണങ്ങൾ നടത്തിയത് ബോധാനന്ദ സ്വാമികളായിരുന്നു. ബോധാനന്ദ സ്വാമികളാണ് ക്രമീകരണങ്ങൾ നടത്തിയത്. ബോധാനന്ദ സ്വാമികളാണ് ക്രമീകരണങ്ങൾ നടത്തിയത്. 1918 ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചു. 1926 ആയപ്പോഴത്തേക്കും ശ്രീനാരായണ ഗുരു രണ്ടാമതായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചു. ശ്രീലങ്ക സന്ദർശിച്ചത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1926. ആദ്യം 1918 ആയിരുന്നു. അടുത്ത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികൾക്കായി വെല്ലൂർ മഠത്തിൽ താമസ സൗകര്യം ഒരുക്കുകയും സത്യാഗ്രഹത്തിന്റെ ആവശ്യത്തിനായി ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ഒരിക്കലൂടെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികൾക്കായി വെല്ലൂർ മഠത്തിൽ താമസ സൗകര്യം ഒരുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത ഒരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. രണ്ടാം ബുദ്ധൻ. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ് ആയിരുന്നു. ഇനി ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത 2 കൃതികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത 2 കൃതികളാണ് ഈശാവാസ്യോപനിഷത്തും ഒഴിവിലൊടുക്കും. അപ്പോൾ ഈശാവാസ്യോപനിഷത്തും ഒഴിവിലൊടുക്കും ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികളാണ്. വിവർത്തനം ചെയ്ത 2 കൃതി ഏതെന്ന് വെച്ചാൽ ഒന്നാമത്തത് ഈശാവാസ്യോപനിഷത്തും ഒഴിവിലൊടുക്കും. ഇത്രയൊന്നേന്ന്. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയെന്ന് വെച്ചാൽ പിള്ളത്തടം ഗുഹ മരുത്വാമലയിൽ വെച്ചിട്ടാണ് ജ്ഞാനോദയം ലഭിച്ചത്. മരുത്വാമല സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥലം എന്ന് വെച്ചാൽ കന്യാകുമാരിയിലാണ് മരുത്വാമല സ്ഥിതി ചെയ്യുന്നത്. 1918 ആയപ്പോഴത്തേക്കും ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചു. ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1918. 1918 തന്നെ ശ്രീലങ്ക സന്ദർശിച്ചപ്പോൾ അവിടെ വേണ്ടെന്നുള്ള അവരുടെ ശ്രീനാരായണ ഗുരുവിന്റെ സ്വീകരണ യോഗത്തിൽ ക്രമീകരണങ്ങൾ നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ ബോധാനന്ദ സ്വാമികളാണ് ക്രമീകരണങ്ങൾ നടത്തിയത്. 1926 ശ്രീനാരായണ ഗുരു രണ്ടാമതായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചത്. അപ്പോൾ ആദ്യം സന്ദർശിച്ചത് 1918, രണ്ടാമത് സന്ദർശിച്ചത് 1926 ഇനി ജി ശങ്കരക്കുറുപ്പ് നാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ആരാണ് രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പായിരുന്നു. ശങ്കരക്കുറുപ്പാണ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇനി അടുത്ത് ഗുരുവിന്റെ 2 വിവർത്തന കൃതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഈശാവാസ്യോപനിഷത്തും ഒഴിവിലൊടുക്കും. ഇത് രണ്ടും
ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത 2 കൃതികളാണ്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ തമിഴ് കൃതി ഏതെന്ന് ചോദിച്ചാൽ തമിഴ് കൃതിയാണ് തേവര പതികങ്ങൾ. തമിഴ് കൃതിയാണ് തേവര പതികങ്ങൾ. ശ്രീനാരായണ ഗുരുവിന്റെ തമിഴ് കൃതി ഏതെന്ന് വെച്ചാൽ തേവര പതികങ്ങളാണ്. സംസ്കൃത രചന ഏതൊക്കെയെന്ന് നോക്കാം. സംസ്കൃത രചന അടുത്ത് ഒന്ന് ദർശനമാല, ഒന്നാമത്തത് ദർശനമാല, 2 നിർവൃതി പഞ്ചകം. നിർവൃതി പഞ്ചകം. മൂന്നാമത്തത് ചിദംബരാഷ്ടകം. ചിദംബരാഷ്ടകം. നാലാമത്തത് വേദാന്ത സൂത്രം. ഓക്കെ, അപ്പോൾ 4 സംസ്കൃത രചന ഏതൊക്കെ നോക്കാം. ദർശനമാല, നിർവൃതി പഞ്ചകം, ചിദംബരാഷ്ടകം, വേദാന്ത സൂത്രം. ഇത് 4 സംസ്കൃത രചനകളാണ്. ശ്രീ നാരായണ ഗുരുവിന്റെ തമിഴ് കൃതി ഏതെന്ന് ചോദിച്ചാൽ തേവര പതികങ്ങൾ. തേവര പതികങ്ങൾ തമിഴ് കൃതിയാണ്. അടുത്ത മറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ഏതാണ്? അഷ്ടഭുജാകൃതിയിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ശിവഗിരി ശാരദാ മഠം. ശിവഗിരി ശാരദാ മഠം അത് ഏത് രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? അഷ്ടഭുജാകൃതിയിൽ. അഷ്ടഭുജാകൃതിയിലാണ് ഏത്? ശിവഗിരി ശാരദാ മഠം. ശിവഗിരി ശാരദാ മഠം അഷ്ടഭുജാകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തൊരു ഫാക്റ്റാണ്, ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം എവിടെയാണ്? സമാധിയായ സ്ഥലമാണ് ശിവഗിരി. ശിവഗിരിയിലാണ് ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം എന്ന് പറയുന്നത്. സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രമാണ് ശ്വേതവർണം. ശ്വേതവർണത്തിലുള്ള നിറം. ശ്വേതവർണം എന്താണ്? വെള്ള നിറം. ശ്വേതവർണത്തിലുള്ള വസ്ത്രമാണ് സമാധിയായ സമയത്ത് ആര് ധരിച്ചിരുന്നത്? ശ്രീനാരായണ ഗുരു. അടുത്ത മറ്റൊരു ഫാക്റ്റാണ്, ശ്രീനാരായണ ഗുരു മറ്റ് ശിഷ്യന്മാരോട് ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച ഒരു വസ്ത്രത്തിന്റെ നിറമാണ് മഞ്ഞ നിറം. മഞ്ഞ നിറം എന്ന് പറയുന്നത് ശിവഗിരി തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു നിർദ്ദേശിച്ച ഒരു നിറമാണ് മഞ്ഞ നിറം. ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത് ആരൊക്കെയാണ്? ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചവർ വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി.കെ. കിട്ടനുമായിരുന്നു. വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി.കെ. കിട്ടനും. അപ്പോൾ വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി.കെ. കിട്ടനുമായിരുന്നു എന്ത് തീർത്ഥാടനം സ്ഥാപിച്ചത്? ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചവർ. അപ്പോൾ ഇത്രയൊന്നേന്ന്. ശിവഗിരി ശാരദാ മഠം അഷ്ടഭുജാകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏത് ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വെച്ചാൽ അഷ്ടഭുജാകൃതിയിലാണ്. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ശിവഗിരിയിലാണ് ശ്രീനാരായണ ഗുരു സമാധിയായത്. സമാധിയായ സമയത്ത് ശ്രീനാരായണ ഗുരു സമാധിയായ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രമാണ് ശ്വേതവർണം. ശ്വേതവർണത്തിലുള്ള കളറാണ് ധരിച്ചിരുന്നത്. ശിവഗിരി തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് ഗുരു നിർദ്ദേശിച്ച
വസ്ത്രത്തിൻ്റെ നിറമാണ് മഞ്ഞ നിറം. ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചവർ ആരൊക്കെയെന്ന് വെച്ചാൽ വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി കെ കിട്ടനുമായിരുന്നു. വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി കെ കിട്ടനും. നെക്സ്റ്റ് അടുത്തൊരു ഫാക്റ്റാണ് ഈ ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലം ഏതെന്ന് വെച്ചാൽ ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലം ഇലവുംതിട്ടയിലാണ്. ഇലവുംതിട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലാണ് ഇലവുംതിട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ച സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ഇലവുംതിട്ടയാണ്. അടുത്തൊരു ഇതാണ്, ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്തൊരു കവി ഉണ്ടായിരുന്നു. ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചവർ ആരൊക്കെയെന്ന് വെച്ചാൽ വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ടി കെ കിട്ടനുമായിരുന്നു. പക്ഷേ ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കാൻ മുൻകൈ എടുത്ത ഒരു കവി, ആ കവിയുടെ പേരാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ. മൂലൂർ എസ് പത്മനാഭ പണിക്കർ. പത്മനാഭ പണിക്കരായിരുന്നു ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കാൻ മുൻകൈ എടുത്ത ഒരു കവി എന്ന് പറയുന്നത്. അടുത്ത് ശ്രീനാരായണ ഗുരു ശിവഗിരി ബ്രഹ്മവിദ്യാലയം ശിലാസ്ഥാപനം നടത്തിയ വർഷം. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മവിദ്യാലയം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശിലാസ്ഥാപനം നടത്തിയ വർഷമാണ് 1925 ഒക്ടോബർ 17. ശ്രീനാരായണ ഗുരു ശിവഗിരി ബ്രഹ്മവിദ്യാലയം ശിലാസ്ഥാപനം നടത്തിയ വർഷം എന്താണ്? ശിലാസ്ഥാപനം നടത്തിയ വർഷമായിരുന്നു 1925 ഒക്ടോബർ 17. അടുത്ത് തിരുവനന്തപുരം മുട്ടത്തറയിൽ നടന്ന പുലയ സമ്മേളനത്തിൽ ഗുരു പങ്കെടുത്ത വർഷം. ഇവിടെ 2 ക്വസ്റ്റ്യൻ പറയുന്നത്. തിരുവനന്തപുരം മുട്ടത്തറയിൽ വെച്ചിട്ടാണ് പുലയ സമ്മേളനം നടന്നത്. തിരുവനന്തപുരം മുട്ടത്തറയിൽ വെച്ചിട്ട് പുലയ സമ്മേളനം. തിരുവനന്തപുരം മുട്ടത്തറയിൽ വെച്ച് നടന്ന പുലയ സമ്മേളനത്തിൽ ഗുരു പങ്കെടുത്ത വർഷമായിരുന്നു 1916 ഗുരു പങ്കെടുത്തത്. തിരുവനന്തപുരം മുട്ടത്തറയിൽ വെച്ച് നടന്ന പുലയ സമ്മേളനത്തിൽ ഗുരു പങ്കെടുത്ത വർഷം 1916. ഇത്ര ഒരിക്കൽ കൂടെ, ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലമാണ് ഇലവുംതിട്ട സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. ശിവഗിരി തീർത്ഥാടനം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് മുൻകൈ എടുത്ത ഒരു കവിയാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ. 1925 ഒക്ടോബർ 17 ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവഗിരി ബ്രഹ്മവിദ്യാലയം ശിലാസ്ഥാപനം നടത്തിയ വർഷം 1925 ഒക്ടോബർ 17 തിരുവനന്തപുരം മുട്ടത്തറയിൽ വെച്ച് നടന്ന പുലയ സമ്മേളനത്തിൽ ഗുരു പങ്കെടുത്ത വർഷം എന്ന് വെച്ചാൽ 1916. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സന്യാസി ശിഷ്യൻ ആരായിരുന്നു? ആദ്യ സന്യാസി ശിഷ്യൻ ആരായിരുന്നു? ശിവലിംഗദാസ സ്വാമികളായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സന്യാസി ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികളായിരുന്നു. ശിവലിംഗദാസ സ്വാമിയുടെ ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു? ശിവലിംഗദാസ സ്വാമികളുടെ ശിഷ്യന്മാർ മലയാളി സ്വാമിമാർ, രാമാനന്ദ സ്വാമികൾ. മലയാള സ്വാമിമാരും രാമാനന്ദ സ്വാമിമാരും.
മലയാള സ്വാമിമാരും രാമാനന്ദ സ്വാമി. മലയാള സ്വാമി രാമാനന്ദ സ്വാമികളുമായിരുന്നു ശിവലിംഗദാസ സ്വാമിയുടെ ശിഷ്യന്മാർ. ശിവലിംഗ സ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ കവിത. ആരെ നിര്യാണത്തിലാണ്? ശിവലിംഗ ദാസ സ്വാമിയുടെ ശിവലിംഗദാസ സ്വാമിയുടെ നിര്യാണത്തിൽ ശിവലിംഗദാസ സ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ കവിതയാണ് പറന്നുപോയ ഹംസം. അപ്പോൾ ആരെഴുതിയതാണ്? കുമാരനാശാൻ. ഏത് കവിത? പറന്നുപോയ ഹംസം. പറന്നുപോയ ഹംസം. അപ്പോൾ ഇത്രയൊന്നേന്ന്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സന്യാസി ശിഷ്യൻ എന്നറിയപ്പെടുന്ന ശിവലിംഗദാസ സ്വാമികളാണ്. ശിവലിംഗദാസ സ്വാമിയുടെ ശിഷ്യന്മാർ ആരൊക്കെയെന്ന് വെച്ചാൽ മലയാള സ്വാമികളും രാമാനന്ദ സ്വാമികളും. ശിവലിംഗദാസ ശിവലിംഗദാസ സ്വാമിയുടെ നിര്യാണം അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ ഒരു കവിതയാണ് പറന്നുപോയ ഹംസം. പറന്നുപോയ ഹംസം ആരുടേതാണ്? കുമാരനാശാൻ. ആരുടെ നിര്യാണത്തെ അനുശോചിച്ചെന്ന് ചോദിച്ചാൽ ശിവലിംഗദാസ സ്വാമികളുടെ നിര്യാണത്തെ അനുശോചിച്ച്. അടുത്തൊരു ക്വസ്റ്റ്യനാണ്. വടക്കേ അമേരിക്കയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ കൂടുതലായിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തതാണ് മൂർക്കോത്ത് കുമാരനും കൊറ്റിയത്ത് രാമുണ്ണിയും. മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരനും കൊറ്റിയത്ത് രാമുണ്ണിയും. മൂർക്കോത്ത് കുമാരനും കൊറ്റിയത്ത് രാമുണ്ണിയും എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വടക്കേ മലബാറിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയവരാണ് മൂർക്കോത്ത് കുമാരനും കൊറ്റിയത്ത് രാമുണ്ണിയും. അടുത്ത് എന്താണ് വിവേകോദയം? വിവേകോദയം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം എന്ന് പറയുന്നത്. SNDPയുടെ മുഖപത്രമാണ്. ആരുടെ മുഖപത്രം എന്ന് വെച്ചാൽ SNDPയുടെ മുഖപത്രം. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. 1904 അതെന്ത് ചെയ്തത്? ആരംഭിച്ച വർഷം. ഈ ഒരു മുഖപത്രം ആരംഭിച്ച വർഷം ഏതാണ്? വിവേകോദയം. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. ഇതിൻ്റെ സ്ഥാപകൻ ആരെന്ന് വെച്ചാൽ കുമാരനാശാനാണ്. കുമാരനാശാനാണ് ഇതിൻ്റെ സ്ഥാപകൻ. സ്ഥാപക പത്രാധിപർ ആരെന്ന് വെച്ചാൽ M. ഗോവിന്ദനായിരുന്നു. M. ഗോവിന്ദനാണ് സ്ഥാപക പത്രാധിപൻ. കുമാരനാശാനായിരുന്നു വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. 1904 ഇത് ആരംഭിച്ചു. അപ്പോൾ വിവേകാനന്ദ സ്വാമികളോടുള്ള ആദരസൂചകമായി SNDPയുടെ മുഖപത്രത്തിന് എന്ത് പേര് നൽകി? വിവേകോദയം. ആരോടുള്ള ആദരസൂചകമായിട്ടാണ് വിവേകോദയം എന്ന പേര് നൽകിയത്? വിവേകാനന്ദനോടുള്ള ആദരസൂചകമായിട്ടാണ് വിവേകോദയം എന്ന പേര് SNDPയുടെ മുഖപത്രത്തിന് നൽകിയത്. അപ്പോൾ ആരുടെയാണ്? വിവേകാനന്ദൻ.
വിവേകോദയം ഒന്നിയെന്ന്. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. 1904 ഇത് ആരംഭിച്ചു. സ്ഥാപകൻ കുമാരനാശാനായിരുന്നു. സ്ഥാപക പത്രാധിപർ ആരെന്ന് വെച്ചാൽ M. ഗോവിന്ദനായിരുന്നു. വിവേകാനന്ദനോടുള്ള ആദരസൂചകമായിട്ടാണ് SNDPയുടെ മുഖപത്രത്തിന് എന്ത് പേര് നൽകിയത്? വിവേകോദയം. വിവേകോദയം എന്ന പേര് നൽകിയത് വിവേകാനന്ദനോടുള്ള ആദരസൂചകമായിട്ടാണ്. അപ്പോൾ മൂർക്കോത്ത് കുമാരനും കൊറ്റിയത്ത് രാമുണ്ണിയുമായിരുന്നു വടക്കേ മലബാറിൽ എന്തിന്? ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്, വടക്കേ മലബാറിലൊക്കെ കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയവരാണ് മൂർക്കോത്ത് കുമാരനും കൊറ്റിയത്ത് രാമുണ്ണിയും. എന്താണ് SNDP? SNDPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗമാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് SNDP. 1903 മെയ് 15 എന്ത് ചെയ്തു? സ്ഥാപിതമാണ്. 1903 മെയ് 15 സ്ഥാപിതമായി. എന്ത്? SNDP സ്ഥാപിതമായ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1903 മെയ് 15 സ്ഥാപിതമായി. ഇനി SNDPയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊല്ലമാണ്. അപ്പോൾ SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. SNDPയുടെ ആസ്ഥാനം. SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടന ഏതെന്ന് വെച്ചാൽ വാവൂട്ട് യോഗമാണ്. SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടന. വാവൂട്ട് യോഗം SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ട് യോഗം എന്ന് പറയുന്നത്. ഇത്ര ഒരിക്കൽ കൂടെ SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. 1903 മെയ് 15 സ്ഥാപിതമായി. കൊല്ലമാണ് ആസ്ഥാനം. ശ്രീനാരായണ ഗുരുവിൻ്റെ SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന ഒരു സംഘടനയാണ്. മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടന എന്ന് വെച്ചാൽ വാവൂട്ട് യോഗമാണ്. വാവൂട്ട് യോഗം. അടുത്ത് SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ. എന്തായാലും SNDPയുടെ അധ്യക്ഷൻ ആരായിരിക്കും? ശ്രീനാരായണ ഗുരു തന്നെയായിരിക്കും. അതിൽ ആദ്യ സെക്രട്ടറി SNDPയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാനായിരുന്നു. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. അടുത്ത വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആയിരുന്നു. വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് SNDPയുടെ വൈസ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത്. ആദ്യ സെക്രട്ടറി ആരായിരുന്നു? SNDPയുടെ കുമാരനാശാനായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി ആര് തന്നെയാണ്? ഡോക്ടർ പൽപ്പു ആണ്. ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തിയും ഡോക്ടർ പൽപ്പു. ഇനി അടുത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആണ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? യോഗനാഥമാണ്. ഇപ്പോഴത്തെ മുഖപത്രം. യോഗനാഥമാണ് SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം. അപ്പോൾ ഇത്ര ഒരിക്കൽ കൂടെ SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു ആണ്. SNDP സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ച വ്യക്തി ആരംഭിച്ച ഡോക്ടർ പൽപ്പു ആണ്. ഇപ്പോഴത്തെ SNDPയുടെ മുഖപത്രം ഏതെന്ന് വെച്ചാൽ യോഗനാഥമാണ് ഇപ്പോഴത്തെ മുഖപത്രം.
ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഫാക്ട്സുകളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയെന്ന് നോക്കാം. പ്രധാന രചനകൾ. ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ആദ്യ രചന ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. നമ്മൾ നേരത്തെ ഒരു 19 രചനകൾ പഠിച്ചു. അതിൽ ആത്മോപദേശ ശതകം രചിച്ച വർഷം 1897 ആത്മോപദേശ ശതകം രചിച്ചു. അപ്പോൾ ആത്മോപദേശ ശതകം രചിച്ച വർഷം 1897. 1914 ദൈവ ദശകം രചിച്ചത്. ദൈവ ദശകം രചിച്ചത് 1914. 1914 ദൈവദശകവും 1897 ആത്മോപദേശ ശതകവും രചിച്ചു. ഇനി ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥം ഏതാണ്? ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥം തിരുക്കുറലായിരുന്നു. ഇത് മൊഴിമാറ്റം നടത്തിയത്. തിരുക്കുറൽ രചിച്ചതാരാണ്? തിരുവള്ളുവരാണ്. തിരുവള്ളുവർ രചിച്ചു, പക്ഷെ മൊഴിമാറ്റം നടത്തിയത് ശ്രീനാരായണ ഗുരുവായിരുന്നു. തിരുക്കുറൽ രചിച്ചത് തിരുവള്ളുവരായിരുന്നു. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ചരി. അപ്പോൾ നവമഞ്ചരി ആർക്ക് സമർപ്പിച്ചത്? ചട്ടമ്പി സ്വാമികൾക്ക്. നവമഞ്ചരി ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ചരി. അപ്പോൾ ഇത്ര ഒരിക്കൽ കൂടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ആദ്യത്തെ രചന. 1897 ആത്മോപദേശ ശതകം എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ രചനയിൽപ്പെട്ടതാണ്. 1897 രചിച്ചു. 1914 ദൈവ ദശകം രചിച്ചു. തമിഴ് ഗ്രന്ഥം ഏതാണ്? തിരുക്കുറലാണ്. തമിഴ് ഗ്രന്ഥം തിരുക്കുറൽ മൊഴിമാറ്റം നടത്തിയതാണ്. തിരുക്കുറൽ എഴുതിയത് തിരുവള്ളുവരാണ്. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം ചെയ്ത തമിഴ് ഗ്രന്ഥം ഏതെന്ന് വെച്ചാൽ തിരുക്കുറലാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് ഈ നവമഞ്ചരി എന്ന് പറയുന്നത്. നവമഞ്ചരി. അടുത്ത വചനങ്ങൾ. ശ്രീനാരായണ ഗുരു പറഞ്ഞ് കുറച്ച് വചനങ്ങൾ നോക്കാം. മതമേതായാലും മനുഷ്യന് നന്നായാൽ മതി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതാര്? ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ഒന്നാമത്തെ എന്താണ്? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. വിദ്യ കൊണ്ട് എന്താകുക? പ്രബുദ്ധരാകുക. സംഘടന കൊണ്ട് ശക്തരാകുക. മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. സംഘടന കൊണ്ട് ശക്തരാകുക. അടുത്തത് മദ്യം വിഷമാണ്. അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്.
മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. അടുത്തൊന്നാണ് ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. അപ്പോൾ അടുത്തൊന്നാണ് ജാതി ചോദിക്കരുത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് മറ്റൊരു വചനമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അവനവൻ ആത്മ സുഖത്തിനാചരിക്കുന്നവ. എന്താണ് അവനവൻ ആത്മ സുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. അവനാത്മ സുഖത്തിന് ആചരിക്കുന്നവ അപരന് എന്താണ് അപരന് സുഖത്തിനായി വരയണം. അപരന് സുഖത്തിനായി വരയണം. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരയണം. ഇത് എവിടെ ആത്മോപദേശ ശതകത്തിൽ നിന്ന് എടുത്താണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇത് ആത്മോപദേശ ശതകം. നേരത്തെ നമ്മൾ പഠിച്ച ആത്മോപദേശ ശതകത്തിൽ നിന്നാണ് ഈ ഒരു വചനം എടുത്തിട്ടുള്ളത്. എന്താണ് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി തന്നെ വരയണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. മറ്റൊന്ന് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അത് മനുഷ്യന്. ഇതെന്താണ് ഇത് എടുത്തിട്ടുള്ളത്? ദൈവം ഇത് ജാതി മീമാംസയിൽ നിന്ന് എടുത്തതാണ്. ജാതി മീമാംസ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ജാതി മീമാംസ എന്ന കൃതിയിൽ നിന്നെടുത്തതാണ് ഇത്. ആത്മോപദേശ ശതകത്തിൽ നിന്നെടുത്തതാണ്. അവനവൻ ആത്മ സുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. അപ്പോൾ ഇത്രയും ശ്രീനാരായണ ഗുരു പറഞ്ഞ വചനങ്ങളാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ഇത് ആത്മോപദേശ ശതകത്തിൽ നിന്നെടുത്ത വചനമാണ്. അടുത്ത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ഇത് ജാതി മീമാംസയിൽ നിന്നെടുത്ത വചനമാണ്. അടുത്ത് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരു മറ്റ് കേരള നവോത്ഥാന നായകന്മാരെ കണ്ടുമുട്ടിയ കുറച്ച് വർഷങ്ങളാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് 1882 ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടി. 1882 ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടി. 1891 ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടി. 1891 കുമാരനാശാനെ. 1895 ഗുരു ആരെ കണ്ടുമുട്ടി? ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടി. ഡോക്ടർ പൽപ്പുവിനെ 1895 കണ്ടുമുട്ടി. 1912 ആയപ്പോഴത്തേക്കും ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടി. അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷം ഏതാണ്? 1912. 1914 ആയപ്പോഴത്തേക്കും ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടി. വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയ വർഷം ചോദിച്ചാൽ 1914 ആയിരുന്നു. 1916 ആയപ്പോഴത്തേക്കും ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടി. രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം 1916. ഇനി 1922 നവംബർ 22. ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിരിക്കുക. നവംബർ 22 1922. 1922 നവംബർ 22 ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയതാണ് 1922. അടുത്ത 1925 മാർച്ച് 12 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1925 മാർച്ച് 12 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. ഒരിതാണ് P.A. ബക്കർ സംവിധാനം ചെയ്ത ഗുരുവിനെ കുറിച്ചുള്ള ആദ്യ സിനിമയാണ് P.A. ബക്കർ.
ബക്കറിന്റെ സംവിധാനം, P.A. ബക്കർ സംവിധാനം ചെയ്ത ഗുരുവിന്റെ ആദ്യ സിനിമയാണ് ആര്? ശ്രീനാരായണ ഗുരു. P.A. ബക്കർ സംവിധാനം ചെയ്ത ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ സിനിമ ഏതെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത് ഗുരു എന്ന നോവൽ രചിച്ചതാരാണ്? ഗുരു എന്ന നോവൽ രചിച്ചത് K. സുരേന്ദ്രനാണ്. ഗുരു എന്ന നോവൽ രചിച്ചത് K. സുരേന്ദ്രനാണ്. അപ്പോൾ ഗുരു എന്ന നോവൽ രചിച്ചത് K. സുരേന്ദ്രനാണ്. ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചതാരാണ്? സുകുമാർ അഴീക്കോട്. ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി, ഗുരുവിന്റെ ദുഃഖം. ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോടാണ്. ബക്കർ സംവിധാനം ചെയ്ത ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടുള്ള ആദ്യത്തെ സിനിമയുടെ പേരാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. P.A. ബക്കർ സംവിധാനം ചെയ്ത ആദ്യ സിനിമ ശ്രീനാരായണ ഗുരു. ഗുരു എന്ന നോവൽ രചിച്ചതാണെന്ന് വെച്ചാൽ K. സുരേന്ദ്രനാണ്. ഗുരു എന്ന നോവൽ രചിച്ചത് K. സുരേന്ദ്രൻ. ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചതാരെന്ന് വെച്ചാൽ സുകുമാർ അഴീക്കോടാണ്. ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോടാണ്. നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിച്ചത് M. K. സാനുവാണ്. നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിച്ചതാരെന്ന് ചോദിച്ചാൽ M. K. സാനുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതി തയ്യാറാക്കിയത് ആരാണ്? മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരനാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതി തയ്യാറാക്കിയ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് മൂർക്കോത്ത് കുമാരനാണ്. അടുത്തത് ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചതാണ് T. ഭാസ്കരന്റെയാണ് എന്താണ് ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചതാരാണ്? T. ഭാസ്കരൻ. ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചതാരെന്ന് ചോദിച്ചാൽ T. ഭാസ്കരനാണ്. ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന കൃതി രചിച്ചതാരാണ്? ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന് രചിച്ചത് K. P. അപ്പനാണ്. K. P. അപ്പൻ്റെതാണ്. ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു. അപ്പോൾ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന കൃതി രചിച്ചത് ആരെ പറ്റിയിട്ടാണ്? ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ്. എഴുതിയ ആരാണ്? K. P. അപ്പനായിരുന്നു എഴുതിയത്. അടുത്ത മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് യുഗപുരുഷൻ. ആസ്പദമാക്കി നിർമ്മിച്ചൊരു സിനിമയുടെ പേരെന്താണ്? യുഗപുരുഷൻ. ആരാണ് സംവിധാനം ചെയ്തത്? യുഗപുരുഷൻ സംവിധാനം ചെയ്തത് R. സുകുമാരനാണ്. R. സുകുമാരൻ സംവിധാനം ചെയ്തത്. R. സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് യുഗപുരുഷൻ. യുഗപുരുഷനായിട്ട് അല്ലെങ്കിൽ യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായിട്ട് അഭിനയിച്ച ഒരു വ്യക്തിയാണ് തലൈവാസൽ വിജയ്. ആരാണ്? തലൈവാസൽ വിജയ്. അപ്പോൾ തലൈവാസൽ വിജയാണ് ശ്രീനാരായണ ഗുരുവായിട്ട് അഭിനയിച്ച നടൻ എന്ന് പറയുന്നത്. 23 ഇന്ത്യൻ
ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതി ഏതാണ്? ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു ആണ്. ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു ആരുടെയാണ്? ടി ഭാസ്കരൻ്റെയാണ്. ഇത് 23 ഇന്ത്യൻ ഭാഷകളിലേക്ക്, എത്രയാണ്? 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതിയാണ്. എത്രയാണ്? 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതി എന്ന് ചോദിച്ചാൽ ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരുവാണ്. അത് രചിച്ചതാരാണ്? ടി ഭാസ്കരനായിരുന്നു. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സുകളാണ്.